വചനമൊഴി ജനുവരി 15. വചനഭാഗം എഫേസോസ് 2:11-19, യോഹന്നാന്റെ സുവിശേഷം 21:15-19. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ ഈശോ ശിമിയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമിയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. ഈശോ അവനോട് പറഞ്ഞു, എന്റെ ആടുകളെ മേയ്ക്കുക. രണ്ടാം പ്രാവശ്യവും അവൻ ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമിയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് നീ അറിയുന്നല്ലോ. അവൻ പറഞ്ഞു, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അവൻ മൂന്നാം പ്രാവശ്യവും അവനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമിയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്നും നീ മനസ്സിലാക്കുന്നു. ഈശോ പറഞ്ഞു, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോകുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഇത് അവൻ പറഞ്ഞത് ഏതു വിധത്തിലുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് സൂചിപ്പിക്കാനാണ്. അതിനുശേഷം ഈശോ അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. ഈശോയിൽ സ്നേഹമുള്ളവരെ, പത്രോസ് ലീഹായ്ക്ക് അജപാലന ദൗത്യം ഏൽപ്പിക്കുന്ന വചനഭാഗമാണ് നാം ശ്രവിച്ചത്. ഈശോ പത്രോസിനോട് ചോദിക്കുന്നത്, നീ ഇവരെക്കാളെല്ലാം അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഈ ചോദ്യത്തിനർത്ഥം ഇവിടെയുള്ള എല്ലാ ആളുകളെക്കാൾ അധികമായി, ഇവിടെയുള്ള എല്ലാ വസ്തുക്കളെക്കാൾ അധികമായി ഈശോയെ സ്നേഹിക്കുന്നുവോ എന്നാണ്. തൻ്റെ ജീവിതം കൊണ്ട് എല്ലാറ്റിനും ഉപരിയായി കർത്താവിനെ സ്നേഹിക്കുക, അതാണ് യഥാർത്ഥ ശിഷ്യത്വത്തിന്റെ അടയാളം. അപ്രകാരം എല്ലാറ്റിനുപരിയായി കർത്താവിനെ സ്നേഹിക്കുന്നവരെയാണ് ഈശോ തന്റെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കുന്നത്. അതുകൊണ്ടാണ് പത്രോസിനോട് എല്ലാറ്റിനേക്കാൾ അധികമായി തന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. പത്രോസ് ഉവ്വ് കർത്താവേ എന്ന് പറഞ്ഞപ്പോൾ പത്രോസിനെ ദൗത്യമേൽപ്പിക്കുകയാണ്. ഈശോയെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനേക്കാൾ ഉപരിയായി ഈശോയെ സ്നേഹിക്കുക, ഈശോയുടെ സ്നേഹബന്ധത്തിന്റെ വലയത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ള എല്ലാവരെയും സ്നേഹിക്കുക എന്ന കാര്യമാണ്. തിരുവചനം നമ്മോട് ഇന്ന് വീണ്ടും പറയുന്നൊരു കാര്യം, മരണം ദൈവമഹത്വമുള്ളതായിരിക്കണം. നമ്മുടെ ജീവിതം കൊണ്ട് ഈശോയ്ക്ക് സാക്ഷ്യം നൽകിയും നമ്മളുടെ മരണം മഹത്വമുള്ളതായി മാറണമെങ്കിൽ ജീവിതം ദൈവത്തിനു മുമ്പിൽ മഹത്വമുള്ളതായി മാറണം. നമ്മുടെ ജീവിതവും മരണവും ദൈവത്തിന്റെ മുമ്പിൽ മഹത്വമുള്ളതാക്കി മാറ്റുവാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.